എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലീസ് മെച്ചന്മാർക്കും പുതിയൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ തവണത്തെ വീഡിയോയിലെ പോലെ നമ്മൾ ഇത്തവണ സിലോപ്പി പിടുത്തം തന്നെയാണ്. ഇത്തവണ നമ്മൾ രാവിലെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടല്ല, രാവിലെയാണ് നമ്മൾ സിലോപ്പി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം ഒരു 8 മണി സമയമായി കാണും. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ ഒരു വരെ നമ്മൾ ഫുള്ളായിട്ട് കോർത്ത് നമ്മൾ നേരെ ഇട്ടാണ് നമ്മൾ സിലോപ്പി നമ്മൾ പിടിക്കുന്നത്. അപ്പം ഇന്ന് ഏറ്റവും നല്ല സമയം സിലോപ്പിയ പിടിക്കാൻ രാവിലെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഇന്നാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മീനി കിട്ടിയത്. കാരണം ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ രാവിലെയാണ് ഇത് കൂടുതലായിട്ട് തീറ്റ എടുക്കുന്ന സമയം തോന്നുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ദിവസം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മീനുകളും കാര്യങ്ങളും നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. സിലോപ്പിയ കളിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൽ കാണാം ഈ ചെറിയ ഈ കോമളകൾ പോലെ. അത് നല്ല രീതിയിലുള്ള സമയത്ത് അത് ഈ പുല്ലിനോട് ചേർന്നായിരിക്കും സിലോപ്പിയ വരുന്നത്. അതായത് പുല്ലിൻ്റെ വേരൊക്കെ തിന്നാൻ വേണ്ടിയായിരിക്കും ഇത് വരുന്നത്. ആ സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് മീൻ കിട്ടുന്നൊരു സമയം തന്നെയാണ്. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. സിലോപ്പിയ പിടുത്തം വളരെയധികം രസമുള്ളൊരു മീൻ പിടുത്തം തന്നെയാണ്. കാരണം ഇതിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നിന്നും സാധാരണ ഈ ചില ആളുകൾക്ക് ഇവിടുന്ന് 1 കിലോ മേളിൽ അല്ലെങ്കിൽ 1.5 കിലോ വരെയുള്ള സിലോപ്പിയൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഒരു നല്ലൊരു സ്ഥലം തന്നെയാണിത്. കാരണം വെള്ളം കയറി ഇറങ്ങുമ്പം ഈ ചാലിൽ കിടക്കുന്ന മീനുകളൊക്കെ കണ്ടത്തിലോട്ട് ഇറങ്ങും. ആ സമയത്താണ് നമുക്ക് സിലോപ്പിയ കൂടുതലായിട്ട് കിട്ടുന്നത്. കാരണം വെള്ളം താന്നു കഴിഞ്ഞാൽ പിന്നെ സിലോപ്പിയ പിടുത്തം വളരെയധികം നമുക്ക് ശോകമായിരിക്കും. ഇത് കിളയായിട്ട്, അതായത് കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നല്ല രീതിക്ക് നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു 1 കിലോ 2 കിലോ മേളിൽ നമുക്ക് എന്തായാലും മീൻ കിട്ടും. മഴ പെയ്താലും മീൻ അടിക്കും. എന്നാൽ പോലും മഴയില്ലാത്ത ഈ വെയിലോട് നിൽക്കുന്ന സമയമായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ നല്ലത്. അതായത് രാവിലെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ വരാറുണ്ട്. എന്നാൽ പോലും നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ രാവിലെ വന്നിരിക്കുന്നത്. രാവിലെ വരുന്നതായിരിക്കും ഇച്ചിരി നല്ലതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം രാവിലെ സമയത്താണ് കൂടുതലായിട്ട് ഇത് തീറ്റ തിന്നാൻ വേണ്ടി ഇറങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വന്നത് എന്തായാലും വെറുതെ ആവില്ല. ഒരു വരയെ നമ്മൾ മുഴുവനായിട്ടും കോർത്തിടുക. അതായത് അതായത് കുളത്തിൽ നിന്ന് താഴോട്ട് വരെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് സിലോപ്പിക്ക്. നമ്മുടെ ഈ സാധാ വരയേക്കാളും പന്നി വരയല്ലേ ഈ തിളങ്ങുന്ന കറുത്ത വര, അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അതിൻ്റെ തിളക്കം കണ്ട് സിലോപ്പിയ നല്ല രീതിയിൽ നമുക്ക് പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതാണ് നമ്മളിവിടെ ഇടുന്നത്. നമ്മൾ സാധാ വരയെ ഇട്ടിട്ട് ഇവിടെ നമുക്ക് മീൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പന്നി വരെയാണ് ഇവിടെ നമ്മൾ ഇടുന്നത്. എന്തായാലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയും കൂടുതൽ ഞങ്ങൾക്ക് ഇന്ന് സിലോപ്പിയ കിട്ടിയിട്ടുണ്ട്.
സിലോപ്പിയ പിടിക്കുമ്പം ഈ ചില സിലോപ്പിയൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ കിടക്കും. ചിലതൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫൈറ്റ് വരും. കാരണം നല്ല രീതിയിൽ ഈ ഏകദേശം ഒരു 1/4 കിലോ മേളിൽ ഉള്ളതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റ് വരും. കാരണം നമ്മുടെ സ്റ്റിക്ക് ഈ നൈസ് സ്റ്റിക്ക് ആകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഫൈറ്റിങ് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ ചില വലിയ സിലോപ്പി അടിച്ച് കിടന്നാൽ പോലും അറിയത്തില്ല. ചിലതൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ കിടന്നോളും. ഇവിടെ നിന്നൊക്കെ നല്ല വലുതൊക്കെ കിട്ടിയിട്ട്, അതായത് ചിലവരൊക്കെ ചൂണ്ട പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പിൽ സിലോപ്പിയൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഒരു ഞങ്ങൾക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളൊരു 3/4 കിലോ വരെ ഉള്ളതിന് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. അതേ മേളിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വലുതിനെ കിട്ടണമെന്നാണ് ഭയങ്കര ആഗ്രഹം. കാരണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത്, ഒരു പിടുത്തം എന്ന് പറയുമ്പോൾ നല്ല രസമായിരിക്കും നമുക്കത് കാണാൻ തന്നെ. അപ്പം മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടും. പക്ഷേ എന്തോ ചെയ്യാനാണ്, ഇന്ന് പെട്ടെന്ന് തന്നെ മഴ വന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാക്ക് ചെയ്യേണ്ടി ഞങ്ങൾക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ് ഇത്രയും ഈ കാണുന്നത്. ഏകദേശം ഒരു 2 കിലോ മേളിൽ തന്നെ 2 പേർ കൂടെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വെറുതെ ആയിപ്പോയില്ല.